ബ്രൈഡ് ആൻഡ് ഗ്രൂം ആണോ? നിങ്ങളുടെ പ്രീ വെഡിങ് ഷൂട്ട് എങ്ങനെ വേണം? ജസ്റ്റ് പേരിന് ഒരു ഫോട്ടോഷൂട്ട് മതിയോ അതോ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മെമ്മറബിൾ ഡേ ആയിരിക്കണം എന്നുണ്ടോ? അത് കോഴിക്കോട് നല്ല രസമുള്ള ഒരു അമ്പലക്കുളം ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഷൂട്ട് വരുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് സിനിമകളിലും റീൽസിലും ഒക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇപ്പൊ മഴയാണ്, ഇപ്പൊ ഒത്തിരി വീഡിയോസ് ഒക്കെ വരുന്ന ആ കുളം. മഴയുള്ള സമയത്തൊന്നല്ല നമ്മൾ പോയിരുന്നത്, പക്ഷെ എന്നിട്ട് തന്നെ അത് എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ. ചുമ്മാ അവിടെ ഇങ്ങനെ നടക്കാൻ തന്നെ നമ്മളിങ്ങനെ നടക്കും. ഫോട്ടോഷൂട്ടിനാണെങ്കിലും നമുക്ക് ചുമ്മാ കാണാനാണെങ്കിലും രാവിലെ 11 മണിക്ക് ശേഷം അവർ ആരെയും കയറ്റില്ല. അപ്പൊ എത്രയും രാവിലെ വരുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഒന്ന് പ്രീ വെഡിങ് ഷൂട്ടിനെ പറ്റിയായിരുന്നു, പക്ഷെ കുളത്തിന്റെ ഭംഗിയിൽ നമ്മൾ അങ്ങ് മുഴുകിപ്പോയി. കല്യാണത്തിന് മുന്നേയുള്ള ഈ ഫോട്ടോഷൂട്ട് ഒരു ഇമ്പോർട്ടന്റ് ഡേ ആയിട്ട് കാണുന്നവർ, അതിനുവേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറാവുന്നവർ, അങ്ങനെയുള്ള രണ്ടുപേരായിരുന്നു ജിഷ്ണു ചേട്ടനും ദിവ്യശ്രീയും, നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് ആൻഡ് ഗ്രൂം. രണ്ടാളും നമ്മുടെ ഇന്നത്തെ ഷൂട്ടിന് വേണ്ടി എടുത്ത എഫേർട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ദിവ്യശ്രീ 2-3 മണിക്കൂർ എടുത്താണ് ലൊക്കേഷനിൽ എത്തിയതെങ്കിൽ 5-6 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം എയർപോർട്ടിൽ നിന്ന് നേരെയാണ് ജിഷ്ണു ചേട്ടൻ അവിടെ എത്തുന്നത്. ഇവൻ ഫ്രഷനപ്പ് ആവുന്നത് പോലും നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടാണ്. രണ്ടാൾക്കും അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിനപ്പുറം അവരുടെ ലവ് സ്റ്റോറി ഡോക്യുമെന്റ് ചെയ്യുന്ന ദിവസമാണ്, അവരുടെ മൊമെന്റ് ആണെന്ന്. അത് ബ്യൂട്ടിഫുൾ ആക്കാനുള്ള എഫേർട്ടാണ് ഇത്ര ദൂരത്തെ ട്രാവലിങ്ങും ഏർലി മോർണിംഗും ഒക്കെ അവിടെ എത്തിയതും. കംപ്ലീറ്റ്ലി വേർത്ത് ആയിരുന്നു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് മാത്രമല്ല കല്യാണത്തിന് എന്നവർക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റി. പ്രീ വെഡിങ് ഷൂട്ടൊക്കെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് പ്ലാൻ ചെയ്യുന്നവർ ഇതൊന്നും മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ പ്രീ വെഡിങ് ഷൂട്ട് മാത്രമല്ല നിങ്ങളുടെ കല്യാണവും കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. என் சுவாசம் உனக்கென்றும் உன் சாயல் எனக்கென்றும் ஜாமத்தில் ஜன்னல் வெளியே வந்து சேர்ந்த